ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളിത് ഈ ചാനൽ തുടങ്ങുമ്പോൾ വെറുതെ ഒരു ആവേശത്തിന് തുടങ്ങിയത്. ആരെങ്കിലും കാണുമോ, സപ്പോർട്ട് ചെയ്യുമോ എന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 100 സബ്സ്ക്രൈബേഴ്സെങ്കിലും ആവുമെന്നുള്ളത് പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു 250-ന് മീതെ 251 സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ നിലവിലായി. അത് വല്ലാത്തൊരു സന്തോഷമാണ്. കാരണം ഇത്രയും പേരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്തല്ലോ. പിന്നെ അത് മാത്രമല്ല, ഇടുന്ന വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ആൾക്കാർ ഈ വീഡിയോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവരോടും അതിനുള്ള നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. പിന്നെ ഇന്ന് കർക്കിടക 1 അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ കർക്കിടക കഞ്ഞി ഒക്കെ വയ്ക്കുമല്ലോ. പിന്നെ നമ്മൾ ദേഹപരിരക്ഷയൊക്കെ ചെയ്യുന്ന മാസമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനും ഒരു 8-9 വർഷത്തോളമായിട്ട് ഞാനും സ്ഥിരമായിട്ട് കഞ്ഞി കുടിക്കാറുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു, വീഡിയോ ഇഷ്ടമാവുന്നവരെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. ഞാനെപ്പോഴും ഞവരയരി കൊണ്ടാണ് ഉണ്ടാക്കാറ് കേട്ടോ. എല്ലാ പ്രാവശ്യം ഒരു 7 ദിവസത്തെ കിറ്റായിട്ട് കിട്ടില്ലേ, അങ്ങനെയാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ കടയിൽ നിന്ന് മേടിച്ചത്, അവരുടെ ആയുർവേദ ഷോപ്പിൽ നിന്ന്. അപ്പോൾ അവർ തന്നെ മരുന്ന് പൊടിച്ചുണ്ടാക്കിയിട്ടുള്ള കൂട്ടാണത്. അപ്പോൾ ആദ്യം അരിയും ഉലുവയും വെള്ളത്തിലിട്ടു കുതിരാൻ വേണ്ടി വെച്ചു. പിന്നെ കുറുന്തോട്ടിയുടെയും മുറിമരുന്നിൻ്റെയും തണ്ടും വേരും ഒക്കെ എടുത്തിട്ട് ചതച്ചിട്ട് കുക്കറിലിട്ടിട്ട് അതിൻ്റെ വെള്ളം എടുത്തു. ആ വെള്ളത്തിലാണ് ഈ അരിയും ഉലുവയും വേവിക്കുന്നത്. അതിൽ ഒരു 3/4 കപ്പ് പശുവും ഒഴിക്കുന്നത്. കാരണം പശുവും ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പശുവും ഒഴിച്ചിട്ട് ഒരു 10-12 വിസിലൊക്കെ അടിച്ചു. കാരണം അരി കുറേ നേരം വിസിലടിച്ചാൽ വേവും. അതിൽ ഉപ്പൊന്നും ചേർക്കില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം മരുന്ന് ഇട്ടിട്ട് 1 ടീസ്പൂൺ പൊടി ഇട്ടിട്ട് അത് നന്നായി കുറുക്കിയെടുത്തു, വേവിച്ചെടുത്തു. അതിനുശേഷം നെയ്യിൽ ചുവന്നുള്ളിയും കാച്ചി അത് സെറ്റാക്കി. അപ്പോൾ കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതിൽ ഉപ്പൊന്നും ചേർക്കാറില്ല, കാരണം പാലും നെയ്യും ഒക്കെ ആയിട്ട് നല്ല മണവും നല്ല രുചിയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് കഴിക്കാറ്, വേറെ ഉപ്പേരികളോ ഒന്നും ചേർക്കാറില്ല. അപ്പോൾ ഇത് ഓരോരുത്തരും ഓരോ തരത്തിലാണ് ഉണ്ടാക്കാറ്. ഞാനിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.